റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ യുടെ പിന്മുറക്കാരനായി വന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തായിരുന്നു അബൂബക്കറിന്റെ നീതിയുടെ മാതൃക? അബൂബക്കർ നീതിമാൻ, ഉമറും നീതിമാൻ. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് ഇന്ത്യക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഭരണം, അല്ലാതെ ഇവിടെ മുസ്ലിങ്ങളുടെ ഒരു ആധിപത്യം അടിച്ചേൽപ്പിക്കാനോ മുസ്ലിങ്ങളുടെ ഭരണം അടിച്ചേൽപ്പിക്കാനോ ഒന്നും അല്ല. മതസൗഹാർദ്ദത്തിന്റെയും ഹിന്ദു മുസ്ലിം മൈത്രിയുടെയും ഏറ്റവും വലിയ നായകനായിരുന്ന, ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി ജീവിക്കുകയും അതിനുവേണ്ടി ജീവൻ കൊടുക്കുകയും ചെയ്ത മഹാത്മാഗാന്ധി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഗാന്ധിജിക്ക് അറിയാമായിരുന്നു അബൂബക്കറിന്റെയും ഉമറിന്റെയും ഭരണത്തിൽ നീതിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തെ കുറിച്ചാണ് പറഞ്ഞത്. ചെന്നായയും ആട്ടിൻകുട്ടിയും ഒരേ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്ന കാലഘട്ടം. ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്ര വലിയ നീതിയാണ്. ചെന്നായയും ആട്ടിൻകുട്ടിയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നീതി പുലരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മഹത്തുക്കൾ ആ ഭരണകാലഘട്ടത്തെ പ്രശംസിച്ചു പറഞ്ഞത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പത്നി മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു ദിവസം, വീട്ടിൽ മധുരമില്ലാത്തതുകൊണ്ട്, ഭക്ഷണത്തിന്റെ കൂടെ ഒരു മധുരം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ട്, വീട്ടിലെ ലളിതമായ ആഹാരത്തിനിടയിൽ മധുരം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് മധുരം വാങ്ങാൻ കഴിയാത്തതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മധുരം കഴിക്കാൻ ആഗ്രഹമുണ്ട്, വല്ലതും കയ്യിലുണ്ടോ? എന്റെ കയ്യിലൊന്നുമില്ല. മധുരം കഴിക്കാൻ അത്ര വലിയ മോഹാണെങ്കിൽ വീട്ടു ചെലവുന്ന് എന്തെങ്കിലും ബാക്കി വെച്ചോ, കരുതി വെച്ചോ, മധുരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മധുരം വാങ്ങിച്ചോ, ആഗ്രഹം നിവർത്തിച്ചു കിട്ടുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് പത്നിയോട് പറഞ്ഞു. അങ്ങനെ പത്നി ഓരോ മാസത്തെയും വീട്ടിന്റെ ചെലവിൽ നിന്നെടുക്കാൻ ഒരു ചെറിയ സംഖ്യ എടുത്തിട്ട് സ്വരൂപിച്ചു വെച്ചു, സൂക്ഷിച്ചു വെച്ചു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സംഖ്യ സ്വരൂപിച്ച് കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭാര്യ മധുരം വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊരു ദൂതനെ പറഞ്ഞയക്കുമ്പോൾ, മധുരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ദൂതനെ പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിച്ചു, എന്താ പോണത്, എന്തിനാ പറഞ്ഞയക്കണത്? മധുരം വാങ്ങിക്കാനാണ്. സംഖ്യ എത്രയായി? ഇത്ര ആയിരിക്കണത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മധുരം വാങ്ങിക്കാൻ വേണ്ടി എടുത്ത സംഖ്യ തിരിച്ചു വാങ്ങിയിട്ട് പറഞ്ഞു, വീട്ടു ചെലവിൽ നിന്ന് ഇത്രയും സംഖ്യ നീ സൂക്ഷിച്ചു വെച്ചു എന്നതിന്റെ അർത്ഥം ഇത്രയും വീട്ടു ചെലവിന് ആവശ്യമില്ലെന്നാണ്. അതുകൊണ്ട് ഈ സംഖ്യ ചെലവിന് ആവശ്യമില്ല. അതുകൊണ്ട് അത് ബൈത്തുൽ മാലിലേക്ക് മുതൽ കൂട്ടുകയാണ്. അത് സമുദായത്തിന്റെ പൊതുസ്വത്തായി മാറട്ടെ. നിനക്ക് മധുരം കഴിക്കണ്ടേ എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി? നീ എന്തുകൊണ്ട് നിനക്കൊരു മാസം ഇത്രയും തുക ബാക്കിയാക്കാൻ കഴിഞ്ഞു? അതിന്റെ അർത്ഥം ചെലവിൽ അത്ര ആവശ്യമില്ലെന്നാണ്. അതുകൊണ്ട് ആ സംഖ്യ ആവശ്യമില്ലാത്ത സംഖ്യയാണ്. ആവശ്യമില്ലാത്ത സംഖ്യ ബൈത്തുൽ മാലിലേക്ക് മുതൽ കൂട്ടേണ്ടതാണ്. അതുകൊണ്ടും അവസാനിച്ചില്ല. സിദ്ദീഖുൽ അക്ബർ അന്ന് തന്നെ ഓർഡറിട്ടു, ഖിലാഫത്തിൽ നിന്ന് ബൈത്തുൽ മാൽ എന്ന പൊതുമുതലിൽ നിന്ന് ഖലീഫ എന്ന നിലക്ക് തനിക്ക് അനുവദിച്ച ശമ്പളത്തിൽ നിന്ന് ഈ മധുരത്തിന് വേണ്ടി ഭാര്യ സൂക്ഷിച്ചു വെച്ച ഓരോ മാസത്തെയും സംഖ്യ എത്രയുണ്ടോ അത് വെട്ടിച്ചുരുക്കണം. ഓരോ മാസവും അത്രയും സംഖ്യ ഭാര്യയ്ക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞത് ആ സംഖ്യ ചെലവ് കഴിച്ച് ബാക്കിയായതുകൊണ്ടല്ലേ? സത്യത്തിൽ ചെലവ് കഴിച്ച് ബാക്കിയായതുകൊണ്ടല്ല. ഉള്ള ചെലവ് നിയന്ത്രിച്ചിട്ട് മധുരം കഴിക്കാനുള്ള പൂതി കൊണ്ട് സഹധർമ്മിണിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പത്നി സൂക്ഷിച്ചു വെച്ചതാണ്. അതായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ വഫാത്താകാൻ പോണ നേരത്ത് കൂടെ ഉണ്ടായിരുന്നവരോട് പറയുകയാണ്, ഞാനിതാ ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. ഞാൻ വിട പറഞ്ഞു പോയാൽ എനിക്കൊരു ചെറിയ ഭൂമിയുണ്ട്, ആ ഭൂമി വിൽക്കണം. ആ ഭൂമി വിറ്റിട്ട് എത്ര മാസം ഞാൻ ആകെ ശമ്പളം പറ്റിയിട്ടുണ്ടോ ബൈത്തുൽ മാലിൽ നിന്ന്, ആ ശമ്പളം മുഴുവനും ഈ ഭൂമി വിറ്റ് കിട്ടുന്ന സംഖ്യ കൊണ്ട് ബൈത്തുൽ മാലിലേക്ക് തിരിച്ചടക്കണമെന്ന് പറഞ്ഞതോടെ അതുവരെ വാങ്ങിയിരുന്ന ശമ്പളവും തിരിച്ചടക്കാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉത്തരവിട്ടു. അതോടൊപ്പം പറഞ്ഞു, ഒരു ഒട്ടകം എന്റെ വകയായിട്ടുണ്ട്, ഒരു പാത്രവും എന്റെ വകയായിട്ടുണ്ട്, ഒരു പുതപ്പും എന്റെ വകയായിട്ടുണ്ട്. ഈ മൂന്നും വിറ്റ് കിട്ടുന്നത് പാവങ്ങൾക്ക് സദഖ ചെയ്യണമെന്ന് സയ്യിദുനാ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു വിധി കൽപ്പിച്ചു. ആരാണ് ഈ സിദ്ദീഖുൽ അക്ബർ? പിന്നെയും ഓർക്കുക സഹോദരങ്ങളെ, ഈ സിദ്ദീഖുൽ അക്ബർ ആരാണ്? ഒരു ദിവസം വീട്ടിൽ സിദ്ദീഖുൽ അക്ബർ ഭാര്യയോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്തിനിടയിൽ രാത്രിയായപ്പോൾ ഭരണകൂടത്തിന്റെ ഫയൽ നോക്കുന്ന ജോലി ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർവഹിക്കുകയാണ്. ഫയൽ നോക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് വിളക്ക് കത്തിച്ചു വെച്ചു.
വിളക്ക് കത്തിച്ചു വെച്ച സമയത്ത് ഭാര്യ ഓടി വന്നുകൊണ്ട് എന്തോ ഒരു കാര്യം സംസാരിക്കാൻ ഒരുമ്പെട്ടു. ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. പെട്ടെന്ന് അബൂബക്കർ സിദ്ദീഖ് തന്റെ കൈകൊണ്ട് വിളക്കണച്ചു. അബൂബക്കർ സിദ്ദീഖ് വിളക്കണച്ച് ഇരുട്ടായപ്പോൾ പ്രിയപ്പെട്ട പത്നി ചോദിച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യനാ, ഒരു കാര്യം വർത്താനം പറയാൻ വന്നപ്പോ ഇരുട്ടിൽ എങ്ങനെ സംസാരിക്കുക? വെളിച്ച കത്തിക്ക്, നിങ്ങൾ ഇരുട്ട് വിളക്കെന്തിനാണിച്ചത്? പെണ്ണെ, കത്തുന്ന എണ്ണ പൊതുജനാവിന്റെ എണ്ണയാണ്. ഞാൻ ഭരണകൂടത്തിന്റെ ഫയൽ നോക്കുകയാണ്. ഭരണകൂടത്തിന്റെ ഫയൽ നോക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ എണ്ണ വെക്കുകയാണ്. ആ പൊതുഖജനാവിന്റെ എണ്ണ കൊണ്ട് നിന്റെ അടുക്കള കാര്യം പറയാൻ നിവൃത്തിയില്ല പെണ്ണെ. വേറെ വിളക്ക് വേണമെങ്കിൽ കൊണ്ട് കത്തിച്ചു വെച്ചോ, അല്ലെങ്കിൽ ഇരുട്ടത്ത് സംസാരിക്കാൻ പഠിച്ചോ എന്ന് അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു. ഗാന്ധിജി വെറുതൊന്നും അല്ല പറഞ്ഞത്. ഞാൻ ഇന്ത്യക്ക് ആഗ്രഹിക്കുന്ന ഭരണം അബൂബക്കറിന്റെ ഭരണമാണ്, പിന്നെ ഉമറിന്റെയും ഭരണമാണ്. അബൂബക്കറിന്റെ ഭരണമാണ്, ഉമറിന്റെയും ഭരണമാണ്. നാട്ടുകാർക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാം, നാട്ടുകാരുടെ പൊതുമുതലിനെ എല്ലാവിധ അതിക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താം. അത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസഹബിഹി വസല്ലമയുടെ അവസ്ഥ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ പോലെ ജീവിച്ച സിദ്ദീഖുൽ അക്ബറിന്റെ അവസ്ഥ. സിദ്ദീഖ് റസൂലുള്ളാഹിന്റെ കൂടെയുണ്ടായിരുന്നു. ബദറിൽ, ഉഹദിൽ, ഖന്തഖിൽ, ഹുനൈനിൽ, എന്തിനേറെ ഹിജ്റയിൽ